പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കുറെ നാളുകളായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ സമയപരിമിതി മൂലം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പുതുപ്പള്ളിയിൽ ഒരു കടയിൽ നിന്ന് ആപ്പിൾ മേടിച്ചു. പുതുപ്പള്ളി കവലയിലിരിക്കുന്ന ഒരു കടയിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹം വീട്ടിലെ പേർക്ക് ആപ്പിൾ മേടിച്ചു. അപ്പൊ ആപ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇതേ മുഴുവനെ സിറിഞ്ച് കൊണ്ട് കുത്തിയ പാടുകളാണ് മുഴുവൻ കാണുന്നത്. അങ്ങനെ ഒരുപാട് എണ്ണം പുള്ളി അദ്ദേഹം ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അതിൽ നിന്ന് 1-2 എണ്ണം കിട്ടി. അപ്പം അതിൻ്റെ അകത്തും ഈ ഇതുപോലുള്ള പാടുണ്ടായിരുന്നു. അപ്പൊ കടക്കാരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേന് കടക്കാരെ സംബന്ധിച്ച് അവര് എന്ത് ചെയ്യാനാ, ഇതൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നല്ല വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷ്യസാധനത്തിന്റെ അകത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ അകത്ത് ഏറെക്കുറെ 90% സാധനത്തിന്റെ അകത്ത് മാരകമായ വിഷമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു അനുഭവസ്ഥനാണ്. എനിക്കൊരു കടയുണ്ടായിരുന്നു. ആ കടയ്ക്കകത്ത് ഞാൻ വിൽക്കുന്ന സാധനങ്ങളിൽ പല ബ്രാൻഡ് കമ്പനികളുടെ, ഇപ്പോഴത്തെ നിങ്ങളെല്ലാം നല്ലതെന്ന് കരുതുന്ന പല കമ്പനിയുടെ ബ്രാൻഡുകളുണ്ട്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം ഗോതമ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇന്നതിന്റെ ആട്ട, അങ്ങനെ ഒരുപാട് ആട്ടകൾ. അതുപോലെ നമ്മൾ കടയിൽ കയറി കഴിഞ്ഞാൽ ബ്രാൻഡഡ് മുളക് പൊടി, അതുപോലെ നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയ പല കമ്പനിയുടെയും അത് തന്നെയാണ് നമ്മൾ മേടിക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ ഏറ്റവും കുറഞ്ഞത് 90% വിഷമാണെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇതിന്റെ അകത്ത് പല കമ്പനിയുടെ, ഇപ്പം ഈ കട ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കടയിലൊരു ഗ്രീൻ പീസിന്റെ മുട്ടായി എന്ന് പറഞ്ഞാൽ കടലയുണ്ട്, നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു 10 രൂപ പാക്കറ്റുള്ളൂ, 10 രൂപ 20 രൂപയുടെ ഒക്കെ പാക്കറ്റുള്ളൂ. അങ്ങനെ ഈ താളായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അത്യാവശ്യം ഒന്ന് കുറിക്കാനൊക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഉത്സവപ്പറമ്പിൽ പോയാലും ഗ്രീൻ പീസ്, പച്ച കളറുള്ള ഗ്രീൻ പീസ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേന് അത് കുറിക്കാൻ മേടിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ഈ സാധനം ഒരാൾ എന്റെ കടയിൽ കൊണ്ട് ഇറക്കി തന്നു കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചെന്നൊരു അവിടെ ഉണ്ടായിരുന്നു. കൊച്ചുകൂടി വന്ന് അതിൽ നിന്ന് ഒരു താള് പൊട്ടിച്ച്, ഞാൻ പുതിയ വന്നതല്ലേ ഉള്ളൂ, ഒരെണ്ണം പൊട്ടിച്ചപ്പോഴത്തേന് ആ കൊണ്ടുവന്ന ആൾ എന്നോട് പറയാ, ചേട്ടാ അത് വേണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാ പറ്റി അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചപ്പം പറഞ്ഞു അത് വേണ്ട, അത് അഴുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ, എനിക്കും പിള്ളേരുള്ളതല്ലേ, അപ്പൊ ഞാൻ ഈ സാധനം വിൽക്കുന്നത് ഇവിടെ മേടിക്കാൻ വരുന്ന പിള്ളേരല്ലേ, അവർക്കൊക്കെ ഞാൻ ഈ അറിഞ്ഞുകൊണ്ട് ഈ വിഷം വിളമ്പണോന്ന് ചോദിച്ചു. അപ്പൊ നമ്മളൊരു പ്രസ്ഥാനമായിട്ടിരിക്കുമ്പോൾ പല കടക്കാരും മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടത്തിൽ അത് ബാധിക്കും. കാരണം കടയിരിക്കുന്ന 90% സാധനം വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കടയിൽ സാധനം മേടിക്കാൻ കയറുമോ? പറയത്തില്ല. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കടക്കാരൊന്നും പല സാധനങ്ങളും, അതുപോലെ പച്ചക്കറികൾ വരുന്ന മുന്തിരിങ്ങ, നമ്മൾ ഈ വഴി സൈഡിലൊക്കെ കൂട്ടിയിട്ട് വിൽക്കുന്നതാണ്. മലയാളിക്കൊരു കുഴപ്പമുണ്ട്, എവിടെയെങ്കിലും ആദായം എന്ന് കേട്ട് ചാടി വീഴും. അതിൻ്റെ അകത്ത് വിഷമൊന്നുമല്ല, വിഷം വില കുറച്ച് കൊടുത്താലും മലയാളികൾ മേടിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് ഈ വഴി സൈഡിങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മുന്തിരിങ്ങ അടക്കം, മുന്തിരിങ്ങ തമിഴ്നാട് കമ്പത്ത് ഞാൻ പോയി വീഡിയോ എടുത്ത മുന്തിരിത്തോട്ടത്തിന്റെ വീഡിയോ ഒക്കെ എടുത്താണ്. അവിടെ ഒരു സുഹൃത്തുണ്ട്, എന്റെ അവിടുത്തെ ജോലിക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു കാരണവശാലും ഇവിടെ നിന്ന് മേടിക്കുന്ന മുന്തിരിങ്ങ നമ്മൾ പച്ചയോടെ അത് കഴിക്കരുത്, വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതുപോലെ ഇത് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കുറെ മണിക്കൂറുകൾ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഇവിടെയുള്ളവർ ആരും ഇത് ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയുള്ള മാരക വിഷമാണ് നമ്മുടെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫുഡ് പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. അവരൊക്കെ സുഖമായിട്ടിരുന്ന് AC റൂമുകളിലൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്. അവർ ഈ വഴിയോരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഉണ്ടല്ലോ പിന്നെ അവർക്ക് തന്നെ ഉത്സാഹം എന്നറിയോ, ഏതാണ്ട് ബൂസ്റ്റ് കുടിച്ചിട്ട് നടക്കുന്ന പറഞ്ഞാൽ ഉള്ള കടകളിൽ മുഴുവൻ കയറി പരിശോധനയും കാര്യങ്ങളൊക്കെയാണ്. അത് ഒരാഴ്ചത്തേനുണ്ട്. ആള് ചത്തുപോയാൽ മാത്രമുള്ള ഒരാഴ്ചത്തേന്, അല്ലെങ്കിൽ അതും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ഈ നാട്ടിലെ പല കടകളിലെയും, അതുപോലെ ഹോട്ടലുകൾ, അതുപോലെ വഴിയോര ശാലകളിൽ, അതുപോലെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്, മിക്കയിടത്തും കാണാം വഴിയോരങ്ങളിൽ ബജിക്കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നിങ്ങളെ അറിയാം, എന്റെ ഒരു സുഹൃത്ത് തട്ടുകട നടത്തുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ വിനോദം ഇതുപോലെ നല്ല ഞാൻ അങ്ങനെ കൊടുക്കത്തുള്ളൂ, കാരണം നമ്മുടെ ഇവിടുന്ന് ആൾക്കാരല്ലേ വന്ന് കഴിക്കേണ്ടത്. അപ്പൊ അത് കാരണം ഞാൻ നല്ലതാ കൊടുക്കത്തുള്ളൂ, കാരണം അതുപോലെ ആണെങ്കിലും എണ്ണയൊക്കെ ആണെങ്കിലും ഒരു ദിവസം ഒരു നേരം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് പ്രോഫിറ്റ് കുറവാണ്. ഈ വില, എണ്ണയുടെ വില നിങ്ങൾക്കറിയാമല്ലോ, സൺഫ്ലവറിന്റെയും ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ വില അറിയാമല്ലോ. അപ്പം വെളിച്ചെണ്ണയെ പറ്റി പറഞ്ഞപ്പോൾ അതിനും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ മാരകമായ വിഷമാണ് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് കാണാം, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ഈ വെളിച്ചെണ്ണകൾ വരുന്നതിൻ്റെ അകത്ത് 90 അല്ല 95%
തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, എവിടുന്ന് വേണമെങ്കിലും ഏത് സാധനം കൊണ്ട് ഇവിടെ വിൽക്കാം, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ഈ വെളിച്ചെണ്ണ പണ്ട് കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചോറിന്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഒരു നല്ല രുചിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ചോറിന്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചാൽ ചിലപ്പം ആശുപത്രി പോകേണ്ടി വരും, ആ ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഈ വെളിച്ചെണ്ണകൾ, എണ്ണകൾ, സൺഫ്ലവർ, ഇതിന്റെ പേര് മാത്രമേ ഉള്ളൂ സൺഫ്ലവർ എന്നുള്ള, അതുപോലെ തവിടെണ്ണ, ഇതൊക്കെ പിന്നെ ഇതിനകത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഈ എണ്ണകള് നമ്മുടെ വഴിയോര തട്ടുകടയിലൊക്കെ എത്രയോ പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് ഇന്നാൾ പിടിച്ച് കേട്ടിട്ട് വണ്ടിയുടെ കരിയോയിലിന്റെ അകത്തിട്ട് സാധനം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അതുപോലെ മലയാളികളെ സംബന്ധിച്ച് ഇപ്പം ഉഴുന്നുവട ഹോട്ടലിൽ ചെന്നാൽ 12 രൂപ കൊടുക്കണം, വഴിയോരത്താണ് 8ഉം 10ഉം കൊടുത്താൽ മതി. ഇപ്പം 2 രൂപ ലാഭമില്ല. അതുകൊണ്ടാണ് ആ പൈസ മുഴുവൻ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് ഇവരാരും ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാം. പണ്ട് 2019 കോവിഡ് വന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ മുളക് പൊട്ടിച്ചാണേലും അതൊക്കെ കൂട്ടിയായിരുന്നു ചോറുണ്ടായിരുന്നു. അന്നൊന്നും ഒരു മനുഷ്യൻ ആശുപത്രി പോലും പോകത്തില്ല, കാരണം അസുഖമില്ല. ഇന്നിപ്പം നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുതുപ്പള്ളി ഒരാളുടെ കിഡ്നി ഫെയിലിയർ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു. അതിനുവേണ്ടി പിരിവിനൊക്കെ ചെന്നപ്പോഴത്തേനും മിക്ക വീട്ടിലും പൈസക്ക് ചെന്നപ്പോഴത്തേനും അവിടെ എല്ലാം കിഡ്നി പേഷ്യന്റ്. അപ്പൊ അവരൊക്കെ നമ്മൾ പിരിവിന് ചെന്നതല്ലേ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, അത് അദ്ദേഹത്തിന്റെ വൈഫാണ് കൊടുത്തത്. അതുകൊണ്ട് അതിനുവേണ്ടി അവര് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടുന്നെങ്കിലും ആണെങ്കിലും 500 രൂപ അല്ല 1000 രൂപ ഒരു പിരിവ് തന്നവരുണ്ട്. അപ്പൊ മിക്ക വീട്ടിലെയും ഇതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടില് ഏത് പഞ്ചായത്തല്ല ഏത് വാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കിഡ്നി പേഷ്യന്റ് ഉണ്ട്. ഈ കിഡ്നി പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു പഞ്ചായത്തിൽ ഒരു കേസൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വാർഡുകളിൽ തന്നെ 8ഉം 10ഉം കേസുകളാണ് വരുന്നത്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അകത്ത് ഇതുപോലുള്ള മാരക വിഷ അത് താങ്ങാനുള്ള ശേഷിയൊന്നും നമ്മുടെ കിഡ്നിക്കകത്തില്ല. ഏത് സാധനം പച്ചക്കറി അടക്കം അതുപോലെ നമ്മുടെ കടകളിൽ വരുന്ന ഞാൻ പറഞ്ഞില്ലേ 90% വിഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കറിയാം, ഞാൻ കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കേരളത്തിൽ ഒരു പ്രമുഖ ബ്രാൻഡിന്റെ കേക്ക് ഉണ്ട്. അത് മതി എല്ലാവർക്കും. ഞാൻ ഈ നാടൻ കേക്ക് ഉണ്ട്, നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ബോർമ നടത്തുന്ന അവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെയൊക്കെ കേക്ക് മേടിച്ച് വെച്ചപ്പോൾ അതൊന്നും ആർക്കും വേണ്ട. അപ്പൊ അവർ വന്നിട്ട് ചോദിക്കും ഇന്ന കമ്പനിയുടെ കേക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ കൊടുക്കും. അത് നമ്മളിപ്പം ഏത് സാധനത്തിനാണ് ആവശ്യക്കാർ വരുന്നത് അതനുസരിച്ചല്ലേ കച്ചവടക്കാർ എടുത്തു വെക്കത്തുള്ളൂ. അങ്ങനെ എടുത്തു വെച്ചു. അതുപോലെ ക്രിസ്മസിന്റെ സമയത്ത് തീർന്നുപോയി. അപ്പൊ ന്യൂ ഇയറിന് കുറച്ച് കേക്ക് വിൽക്കും. അപ്പം ന്യൂ ഇയറിന് കൊടുക്കാൻ വേണ്ടി കേക്ക് ഇല്ല. അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എനിക്ക് സാധനം തീർന്നു പോയി, കുറച്ച് സാധനം. അന്നേരം അവർ പറഞ്ഞു എല്ലായിടത്തും ഒന്ന് അവർ റൗണ്ട് ചെയ്ത് നോക്കട്ടെ, എവിടുന്നെങ്കിലും ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നല്ല ചിലവായിരുന്നു കേട്ടോ ഈ കേക്കിന്. അപ്പൊ അവിടുന്ന് കേക്ക് കൊണ്ടുവന്ന് ന്യൂ ഇയറിന് ഇപ്പം കുറേയേറെ സാധനം കൊടുത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാധനമില്ല, നമുക്ക് പൈസ ഒന്നും പോകത്തില്ല, റീഫണ്ട് ചെയ്യും, കുഴപ്പമില്ല, നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് ന്യൂ ഇയർ കഴിഞ്ഞപ്പോഴത്തേന് ഈ സാധനം അവർ റീഫണ്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സാധനം കടയിൽ ഇരിക്കുക 8-10 കിലോ അടുത്തുണ്ട്, അപ്പം അത് റിട്ടേൺ എടുക്കണ്ടെന്ന് ചോദിച്ചു. അന്നേരം അവര് പറഞ്ഞു അത് ഞങ്ങൾ ഇതിലെ വണ്ടി വരുമ്പോൾ എടുത്തോളാന്ന് പറഞ്ഞു, അവിടെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഇപ്പം ഫുഡുകാരൊക്കെ ഇപ്പം തെരുതര കയറിക്കൊണ്ടിരിക്കുക, അവർ ഈ കടകളിൽ മാത്രമേ കയറത്തുള്ളൂ, വഴിയോരങ്ങളിലുള്ള കടകളിലൊന്നും അവർ കാരണം കിട്ടപ്പോരില്ല, അതുകൊണ്ടാണ് അവർ കയറാത്തത്. അപ്പം അവർ കടകളിൽ കയറിയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരം ഇതൊരു കടയുടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച്, അപ്പം അടിയിലൊരു സേഫായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ അങ്ങ് വെച്ച് അവിടെ ഇരുന്ന് ഞാനും മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ കടയെല്ലാം ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മൊത്തം നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ ബോക്സ് അവിടെ ഇരിക്കുന്നു. എടുത്ത് നോക്കി, അത് അവിടെ വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചപ്പോഴത്തന്നെ ഫ്രഷ് പീസ് എന്ന് പറഞ്ഞാല് അന്നേരം നമ്മൾ കത്തി കൊണ്ട് മുറിച്ച് അന്നേരം കഴിക്കാം. കാരണം അത്രയ്ക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് 6 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സാധനമാണെന്ന് ഓർക്കണം ഈ കേക്ക്. ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് പീസാണ്. അപ്പം ഒന്ന് ഓർത്ത് നോക്കി ഇതിൻ്റെ അകത്ത് എന്താ ചേർന്നിരിക്കുന്നെന്ന്. അതുപോലെ ഇതുണ്ടാക്കുന്ന കടക്കാര് അവരിപ്പോ ഒരു സാധനം ചപ്പാത്തി ഉണ്ടാക്കുന്നു, അതിന്റെ ഡേറ്റ് 5 ദിവസം, 5 ദിവസത്തിനുള്ളിൽ ഇത് പൂപ്പലായിപ്പോയി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്നവരുടെ പൈസ പോകും. അപ്പൊ ആ 5 ദിവസം വരെ 5 ദിവസം 6 ദിവസം വരെ പൂക്കാതിരിക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് എന്നാ ചേർക്കണം എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ സാധനത്തിനും. നമ്മൾ കഴിക്കുന്ന അരി, നമ്മൾ പണ്ടൊക്കെ അരി മേടിച്ചു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ 2 മാസം വരെയൊക്കെ ഇരിക്കും, പൂപ്പൽ പിടിക്കും. ഇപ്പം ഒരു ചാക്ക് അരി നമ്മൾ മേടിച്ചു വെച്ചാൽ 1 വർഷത്തേന് ഒരു പൂപ്പൽ പോയിട്ട് ഒരു സാധനം ഒരു പല്ല് പോലും അതിനകത്ത് കയറത്തില്ല. അപ്പം അതിൻ്റെ അകത്ത് തളിച്ചിരിക്കുന്നത് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ പണ്ട് ജ്യൂസ് കുടിക്കാൻ നമ്മൾ കടയിൽ കയറി കഴിഞ്ഞാൽ ഈച്ച കാരണം അങ്ങോട്ട് കയറാൻ മേല, എല്ലാവരും പറയുമോ ഭയങ്കര ഈച്ചയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസ് കടയിൽ ഒരു ഈച്ചയെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം അതുങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് വിഷാന്നുള്ളത്, പക്ഷെ മനുഷ്യനറിയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇതിൻ്റെ അകത്ത് ആപ്പിൾ മേടിച്ചതിൻ്റെ അകത്ത് ഈ ഇതുപോലെ സിറിഞ്ചിന്റെ അകത്ത് കുത്തി വെച്ചിരിക്കുന്ന സാധനം ഇത് കേടാതിരിക്കാൻ വേണ്ടി ഒരു ആപ്പിൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാകുന്നൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ആപ്പിൾ ഉണ്ടാകുന്ന പച്ചക്കപ്പ് മാത്രമേ ഉള്ളൂ, അതും ഇപ്പം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഈ ആപ്പിളൊക്കെ വരുന്നത് ഏതൊക്കെ രാജ്യത്തു നിന്നാണ് വരുന്നത്, ഫ്രഷ് ആയിട്ട് എന്ന് മുറിച്ചാൽ ആപ്പിൾ ഫ്രഷ് പീസാണ്.
അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെയല്ലേ നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് പിടിക്കാനോ ഇതിന്റെ പുറകെ പോകാനോ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല. അല്ലാത്തതിന്റെ ഒക്കെ പുറകെ പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ നാട്ടില് നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ്. ഈ കണ്ട സാധനങ്ങളിലുള്ള മാരക വിഷങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ട് ഇതിന് മിക്ക ഇടത്തും ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പെരുന്നാളിനുള്ള ആളാണ്. അപ്പം അത് എന്താന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഫുഡുകാരെന്ന് പറയുന്നത് അവരൊരു പ്രഹസനം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ യാതൊരു കാര്യവും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നില്ല. അപ്പൊ എന്റെ ഈ സുഹൃത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് വീഡിയോ ചെയ്യാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ ആപ്പിള് ഉപയോഗിക്കാതിരിക്കുകയാണ്. അത് തത്തയ്ക്ക് പോലും കൊണ്ട് പറഞ്ഞു, തത്തയ്ക്ക് പോലും വീട്ടില് പക്ഷികളൊക്കെ ഉണ്ട്, അതിന് പോലും കൊടുക്കാൻ പറ്റൂലാത്തൊരു സാഹചര്യമാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക. ഈ വഴിയോരങ്ങളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ അമിത ലാഭം കണ്ടുകൊണ്ട് ഒരു കാരണവശാലും മേടിക്കാൻ പോകരുത്. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ മേടിക്കാവുള്ളൂ. അതുപോലെ മുളക് പൊടി, അതിനെപ്പറ്റി പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അകത്തൊക്കെ മുളക് പൊടിക്കകത്ത് കടയിൽ നമുക്കറിയാം വരുന്ന കുറെ പ്രമുഖ കമ്പനികളുടെ ഉണ്ട്, പരസ്യമുണ്ട്. ആരെങ്കിലും മമ്മൂട്ടിയോ മഞ്ജുവാരോ ഒക്കെ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം പിന്നെ അതിനായിരിക്കും കച്ചവടം കൂടുതൽ. നല്ല സാധനമൊന്നും ആർക്കും വേണ്ട. അപ്പം അത് കാരണം അങ്ങനെയുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം വൈഫ് കോട്ടയത്ത് നിന്ന് സപ്ലൈകോന്ന് ഇവിടുന്ന് കുറച്ച് മുളക് കൊണ്ടുവന്നിട്ട് പത്തലമുളക് അന്നേരം എന്നോട് പറഞ്ഞു അത് പൊടിപ്പിച്ച് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവള് പിന്നെ ഇതുപോലെ വീടിന്റെ മുകളിൽ ഇതുപോലെ പാത്രത്തിലിട്ട് കഴുകിയപ്പോഴത്തേന് എന്നെ വിളിച്ച് കാണിച്ച ഒരു കാഴ്ച, ഈ നമ്മുടെയൊക്കെ കഞ്ഞിവെള്ളം എങ്ങനെ കിടക്കുന്നോ അതുപോലും കഷ്ടമായിട്ടാണ് ഈ മുളക് കഴുകിയപ്പോഴത്തേന് കിടക്കുന്നത്. അപ്പം ഈ പത്തലമുളകിന്റെ അകത്തും ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം ഉണ്ടായിരുന്നു പത്തലമുളകിന് എന്തോ അതുപോലെ സ്പ്രേ അടിക്കുന്നൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം അതുപോലും നമുക്ക് ഒരു സാധനം നമുക്ക് ഈ മനസമാധാനത്തോടെ ഒരു സാധനം എടുത്ത് വായി വെച്ച് കഴിക്കാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പോകുന്ന ഓർക്കുമ്പോഴത്തേന് നമ്മുടെയൊക്കെ അവസ്ഥ മുന്നോട്ട് എന്നതാവും.